എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും റംസാൻ മുബാറക്ക്. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ തേങ്ങ വെന്ത് വെച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അതുകൊണ്ട് നല്ലൊരു വാസനയൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞു വെച്ചതാണ്, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനൊരു 2 മീഡിയം സൈസ് വെല്ലുള്ളിയാണ് അരിഞ്ഞു വെച്ചത്. അതും ചെറുതായി അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് വാടി വന്നാൽ മതി. ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആ മഞ്ഞൾ ഒന്ന് വറുത്ത് നമുക്കതിൻ്റെ ഇത് മാറി അതിലേക്ക് അല്പം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് എന്ത് പച്ചക്കറി ഉണ്ടെങ്കിൽ എല്ലാ പച്ചക്കറിയും നമുക്ക് ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റാണ് ചേർത്തത്. നമുക്കിതിലെല്ലാ പച്ചക്കറിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ചെറുതായി അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് എടുത്ത് വെച്ചത്, അരിഞ്ഞു വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമ്മുടെ അടുത്ത് എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ എല്ലാ പച്ചക്കറിയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ചേർത്തത്, തക്കാളിയും ക്യാരറ്റും ഉള്ളിയും. നമ്മൾ ഇറച്ചിയും ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുക എന്ന് കരുതും. അതുകൊണ്ടാണ് ഈ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവരും അധികവും ഇറച്ചിയും ചിക്കനുമൊക്കെ ചേർത്തിട്ടാണ് ഇത് സാധാരണ ഉണ്ടാക്കാറ്. ഈ മുട്ട ഞാൻ 3 മുട്ടയാണ് ഇതിൽ പൊട്ടിച്ച് പാർന്നത്. നമ്മുടെ എത്തിരിയാണോ മക്രോണി എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 3 മുട്ടക്കുള്ളതാണ് എടുത്തിട്ടുള്ളൂ. ഇത് മുട്ട പൊട്ടിച്ച് പാർന്നപ്പോൾ തന്നെ ഇളക്കിയാൽ അത് കുഴഞ്ഞു പോകും. പിന്നെ മുട്ട എവിടെയും കാണാനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് മുട്ട ഒന്ന് ചൂട് തട്ടി നല്ലവണ്ണം ഒരു ആംപ്ലേറ്റ് പോലെ ആവുകയോളം ഇളക്കാതെ ഞാൻ വെച്ച് കൊടുത്തത്. ഇതൊന്ന് നല്ല ഉറപ്പ് പിടിച്ചാൽ നമുക്ക് ഇത് ആ മസാലയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊട്ടിച്ച് പാർന്നപ്പോൾ തന്നെ ഇളക്കിയാൽ മുട്ട അപ്പോൾ കുഴഞ്ഞ് മസാലയിൽ എവിടെയും കാണാനുണ്ടാവില്ല. ഇതിന് നമുക്ക് ഈ മസാലയിലോട്ടേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം നമുക്ക് മസാലയായിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാവരും വെജിറ്റബിളൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കും മക്രോണി. ഇറച്ചിയും ചിക്കനൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കും. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറും തക്കാളിയും ഉള്ളിയും വെച്ച് മുട്ടയും ഇട്ടിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളവും ഒഴിച്ചൊന്ന് ഇളക്കി മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് മൂടി തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഊറ്റി വെച്ച മക്രോണിയാണിത്. ഇത് ഒന്ന് കാണിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഉപ്പ് ഇട്ട് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വെള്ളം ഊറ്റി അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ വെള്ളം ഊറ്റി അപ്പാട് അവിടെ വെച്ചാൽ അത് കുഴഞ്ഞു പോകും. വെള്ളം ഊറ്റിയ പാട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് ഊറ്റിയെടുക്കണം. എന്നാലാണിത് കുഴഞ്ഞു പോകാതെ കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് മസാലയിലോട്ട് ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയി ബൈ.